അമേരിക്കൻ ഇറാൻ സമാധാന ചർച്ച ധാരണയാകാതെ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം മുറുകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്നതിനിടയിലും വീണ്ടും ഒരു യുദ്ധഭീതി ഉയർത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഇത് ലോകത്തെ തന്നെ ആശങ്കയിലേക്ക് നയിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരികയാണ്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള വമ്പൻ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത്. ഇറാനെതിരെ സമ്പൂർണ്ണ നാവിക ഉപരോധം എന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. ഹോർമുസ് വഴി ഒരു കപ്പലും കടത്തിവിടില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ അമേരിക്ക. ഹോർമുസ് ഉപരോധത്തിന് പുറമെ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായും ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. ഇറാനെ ലക്ഷ്യം വെച്ച് 15 യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ, USS ബെയിൻബ്രിഡ്ജ്, USS തോമസ് ഹഡ്നർ, USS ഫ്രാങ്ക് ഇ പിറ്റ്സൺ ജൂനിയർ, USS ഡെൽബർട്ട് ഡി ബ്ലാക്ക്, USS ജോൺ ഫിൻ, USS മെക്കൽ മർഫി, USS മിറ്റ്ഷർ, USS പിക്നി, USS റാഫേൽ പെരാൾട്ട, USS സ്പ്രൂവൻസ്, USS മിലിയൻസ് എന്നീ 11 ഡിസ്ട്രോയിഡർ കപ്പലുകളുമായാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അമേരിക്ക സജ്ജമായിരിക്കുന്നത്. ഇറാനെ ഉപരോധിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണമാണ് കപ്പലുകളുടെ വിന്യാസം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ USS ട്രിപ്പോളി, USS ന്യൂ ഓർലിയൻസ്, USS റഷ്മോർ എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പോളി ആംബിഫിയൻസ് റെഡി ഗ്രൂപ്പും ഈ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഹോർമുസ് വഴിയുള്ള നിയന്ത്രിത കപ്പൽ ഗതാഗതത്തിന് അനുമതി നൽകിയിരുന്നുവെങ്കിലും അമേരിക്കൻ ഉപരോധത്തിനിടെ ഹോർമുസ് ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. എന്തായാലും ഇന്ത്യ അടക്കം ഇത് വലിയ ദോഷകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.